2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച എനിക്ക് കാസർഗോഡ് ജനങ്ങൾ 40,438 വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകി പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുത്തയച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ജനവിധി അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർ കാസർഗോഡ് ജനങ്ങൾക്ക് പറ്റിയൊരു കയ്യബദ്ധമാണിതെന്നും ആ കയ്യബദ്ധം തിരുത്തുമെന്നും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. 5 വർഷം കഴിഞ്ഞ് 2024 ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ തീർത്തും വിശ്വസിച്ചു ഈ തെരഞ്ഞെടുപ്പിലൂടെ കാസർഗോഡ് മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന്. അവരുടെ കണക്കുകൂട്ടുകൾ മുഴുവൻ തെറ്റി. കാസർഗോഡ് ജനങ്ങൾ 19 എനിക്ക് നൽകിയ ഭൂരിപക്ഷം 40,438 ആണെങ്കിൽ 5 വർഷം കഴിഞ്ഞ് അത് 1,649 വോട്ടാക്കി വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഒരു കയ്യബദ്ധം പറ്റിയതല്ല എന്ന് കാസർഗോഡ് ജനങ്ങൾ തെളിയിച്ചു കൊടുത്തു. കഴിഞ്ഞ 5 വർഷക്കാലം ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയ്ക്ക് പാർലമെൻറ്റിനകത്തും പുറത്തും കാസർഗോഡ് ജനങ്ങൾക്ക് വേണ്ടി നിരന്തരമായി ഞാൻ ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്നു. ഞാൻ ഇടപെടാത്ത ഒരു ജനകീയ പ്രശ്നങ്ങളും കാസർഗോഡ് ഉണ്ടായിട്ടില്ല. എൻ്റെ മെയ്ഡൻ സ്പീച്ച് പാർലമെൻറ്റിൽ എൻഡോസൾഫാൻ്റെ ഇരകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. കാസർഗോഡ് എയിംസ് കൊണ്ടുവരാനുള്ള എൻ്റെ പരിശ്രമം ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല, കുടുംബശ്രീ ജീവനക്കാർ, അംഗനവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ ഇവർക്കൊക്കെ നാമമാത്രമായ ഓണറേറിയം മാത്രമാണ്. അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഇവരുടെയൊക്കെ സേവനം വളരെ മഹത്തരമാണ്. അതുകൊണ്ട് അവരെയൊക്കെ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കണമെന്നും അവർക്ക് ശമ്പളവും പെൻഷനും മറ്റാനുകൂല്യവും കൊടുക്കണമെന്ന് പാർലമെൻറ്റിൽ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടൊരു അംഗമാണ് ഞാൻ. മാത്രമല്ല, മണിപ്പൂർ കത്തിയെരിഞ്ഞപ്പോൾ പാർലമെൻറ്റിനകത്ത് പ്രക്ഷുബ്ധമായ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. മണിപ്പൂരിന് നീതി കിട്ടാൻ വേണ്ടി 24 മണിക്കൂർ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ ഞാൻ നിരാഹാര സമരം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതി ചെയ്യുന്ന ബില്ല് വന്നപ്പോൾ ആ ബില്ല് വലിച്ചു കീറി സ്പീക്കറുടെ മുഖത്തേക്ക് എറിഞ്ഞതിന് പാർലമെൻറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടൊരു അംഗമാണ് ഞാൻ. അതുകൂടാതെ ഏകീകൃതമായ സിവിൽ കോഡിനെതിരെ അതിശക്തമായ നിലപാട് പാർലമെൻറ്റിനകത്തും പുറത്തും സ്വീകരിച്ചുള്ള ഒരാളാണ് ഞാൻ. വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന കൂട്ടക്കൊലകളെയും ബലാത്സംഗത്തെയും നഖശികാന്തം പാർലമെൻറ്റിനകത്തും പുറത്തും എതിർത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 5 വർഷക്കാലം ജനപക്ഷ രാഷ്ട്രീയമാണ് ഞാൻ കാസർഗോഡ് നടത്തിയത്. ആ കാസർഗോഡ് നടത്തിയ ജനപക്ഷ രാഷ്ട്രീയത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2 സ്റ്റേഷനുകൾ അമൃത് ഭാരത് സ്റ്റേഷനാക്കി ഉയർത്തിയത്. കേരളത്തിലാകെ അന്ന് 5 സ്റ്റേഷനുകളാണ് ഉയർത്തിയത്. 2 എണ്ണം കാസർഗോഡ് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു. ഒന്ന് പയ്യന്നൂരും 2 അതുപോലെ തന്നെ കാസർഗോഡും. കേരളത്തിലെ 5 റെയിൽവേ ഗേറ്റുകൾ മാറ്റി ROB സ്ഥാപിക്കാൻ വേണ്ടി നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ പ്രഖ്യാപനം വന്നു. അതിൻ്റെ തുടർ നടപടികൾ ഉടനെ ആരംഭിക്കുന്നതാണ്. ആ 5 റെയിൽവേ ഗേറ്റുകൾ ഇല്ലാതാകുന്നതോടുകൂടി കാസർഗോട്ടെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഒഴിവാകുന്നതാണ്. ഇനിയും 3-4 റെയിൽവേ ഗേറ്റുകൾ കൂടിയുണ്ട്. അവിടെയും ROB വരേണ്ട സ്ഥലമുണ്ട്. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് നിരവധി യോഗങ്ങൾ കളക്ടറേറ്റിൽ വിളിക്കുകയും നിരവധി പ്രാവശ്യം നിതിൻ ഗഡ്കരിയെ പോയി കാണുകയും പരമാവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിഹാരം കണ്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് പോകുന്ന MPമാരുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, കാസർഗോഡ് MP ആവശ്യപ്പെട്ട മിക്കവാറും എല്ലാം ഞാൻ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറേ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ നമ്മൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതും പരിഹരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത നിമിഷം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നിരവധി സ്റ്റോപ്പുകൾ നമ്മുടെ കോവിഡ് പാൻഡമിക്കിൻ്റെ കാര്യത്തിൽ നിർത്തലാക്കിയിട്ടുണ്ട്. ആ സ്റ്റോപ്പുകൾ പുനരാരംഭിക്കാനായി ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അത് താമസിയാതെ പൂർത്തീകരിക്കും. മാത്രമല്ല, നിരവധി തീവണ്ടികൾക്ക് ഞാൻ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. കാസർഗോഡ് 2 വന്ദേ ഭാരത് ട്രെയിൻ കൊണ്ടുവന്നു. ഒരെണ്ണം മംഗലാപുരത്തേക്ക് നീട്ടി. ഇനി ഒരു ട്രെയിൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്, മംഗലാപുരം രാമേശ്വരം. അതുകൂടാതെ ദാദറിൽ നിന്ന് വരുന്ന തീവണ്ടി മംഗലാപുരം കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ്
കോഴിക്കോട്ടാണ്, അതിന് കാസർഗോഡ് സ്റ്റോപ്പ് അനുവദിച്ചു. അതുപോലെ തന്നെ ഹംസരഥ് എക്സ്പ്രസ് മംഗലാപുരം കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട്ട് സ്റ്റോപ്പ്, അതിന് കാസർഗോഡ് സ്റ്റോപ്പ് അനുവദിച്ചു. 4 സ്റ്റോപ്പുകൾ നീലേശ്വരത്തിന് അനുവദിച്ചു, ഇൻ്റർസിറ്റി അടക്കം. 35 വർഷമായി ജനങ്ങളുടെ ചിരകാലാഭിലാഷമായിരുന്നു ചെറുവത്തൂരിൽ പരശുരാമൻ സ്റ്റോപ്പ്, അത് അനുവദിച്ചു. പിന്നെ നിസാമുദ്ദീൻ ട്രിവാൻഡ്രത്തിന് പയ്യന്നൂർ, ഏഴിമലയിൽ മംഗലാപുരം തിരുവനന്തപുരത്തിന് സ്റ്റോപ്പ്, പിന്നെ പഴയങ്ങാടിയിൽ നമ്മുടെ ഏറനാട് എക്സ്പ്രസിന് സ്റ്റോപ്പ്. ഇനിയും കുറേ അധികം സ്റ്റോപ്പുകൾക്ക് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മെനഞ്ഞാന്ന് കണ്ണൂരിൽ നിന്നൊരു ഷട്ടിൽ ട്രെയിൻ ഷൊർണൂരേക്ക് പോയി, അത് മടങ്ങി കണ്ണൂരേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഷൊർണൂരിൽ നിന്ന് ഷട്ടിൽ ട്രെയിൻ ആരംഭിച്ചൊരു പാസഞ്ചർ ട്രെയിൻ തിരിച്ച് ഷൊർണൂരേക്ക് പോകുന്നുണ്ട്. പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ അശ്വിനി വൈഷ്ണവിനെ പോയി കണ്ട് അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അദ്ദേഹം ആ തീവണ്ടി ആദ്യം കാസർഗോഡ് വരെ നീട്ടാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നീട് അത് പരിശോധനയ്ക്ക് ശേഷം മംഗലാപുരത്തേക്ക് നീട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് ഇപ്പോൾ രാത്രി ഒരു ട്രെയിൻ പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനമുണ്ട്. കാര്യം നമ്മൾ ഫ്യുവലിങ്ങും അതുപോലെ തന്നെ വാട്ടറിങ്ങിനും എല്ലാം സംവിധാനം വന്ദേ ഭാരതിന് ഒരുക്കിയതാണ്. അപ്പോൾ വന്ദേ ഭാരത് ഇപ്പോൾ മംഗലാപുരത്ത് പോയി സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് ഒരു ട്രെയിന് രാത്രി ഇവിടെ കിടക്കാം, അതിൻ്റെ പിന്നെ വാട്ടറിങ്ങും അതുപോലെ തന്നെ ഫ്യുവലിങ്ങും എല്ലാം ഇവിടെ നടത്താം. അപ്പോൾ ആ ട്രെയിൻ, ഷട്ടിൽ ട്രെയിൻ കാസർഗോട്ട് ജനങ്ങളുടെ നിരന്തരമായ ആവശ്യമായിരുന്നു. ആ ട്രെയിൻ ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നീട്ടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാര്യം കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ നീലേശ്വരത്ത്, കിനാലൂർ, കരിന്തളത്ത് ആയുഷിന് 90 കോടി രൂപ അനുവദിച്ചടക്കം നിരവധി കാര്യങ്ങൾ 5 വർഷക്കാലമായി കത്തുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു എം പിയുടെ സാന്നിധ്യം എന്താണെന്ന് കാസർഗോട്ടെ ജനങ്ങൾ ജീവിതത്തിൽ ആദ്യമായി തിരിച്ചറിഞ്ഞു. 35 വർഷം അവർ ജനങ്ങൾ ജയിപ്പിച്ച എം പിമാരെ കാണുമെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റി കത്ത് വേണം, ലോക്കൽ കമ്മിറ്റി കത്ത് വേണം, ഏരിയ കമ്മിറ്റി കത്ത് വേണം, ജില്ലാ കമ്മിറ്റി കത്ത് വേണം. ഈ കത്തുമായി പോയാൽ പോലും പാർട്ടി ഓഫീസിൽ പോയല്ലാതെ എം പിമാരെ കാണാനാവില്ല. എം പിയും ജനങ്ങളും തമ്മിലുള്ള അകലമില്ലാതാക്കിയത് ഞാനാണ്. കാസർഗോഡിൻ്റെ വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും എന്നെ വിളിക്കാം, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഒരു മിസ്ഡ് കോൾ അടിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും. ആർക്കും എന്നെ എപ്പോൾ വേണമെങ്കിലും കാണാം, യാതൊരു തടസ്സവുമില്ല. ഒരു കത്തും ഒരു ശുപാർശയും വേണ്ട. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങളുമായി എനിക്കുണ്ടായ ബന്ധം മനസ്സിലാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ടു. ജനങ്ങളും അവരുമായിട്ടുള്ള അകൽച്ച മനസ്സിലാക്കാനും അവർ പരാജയപ്പെട്ടു. അതുകൊണ്ടാണല്ലോ അവർ ജയിക്കുമെന്ന് വീമ്പിളക്കിയത്. ഞാൻ നിങ്ങളോടൊക്കെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് കഴിയുന്നതിന് എത്രയോ മുമ്പ് പറഞ്ഞു, ഞാൻ ഇത്തവണ 1 ലക്ഷം വോട്ടിന് മുകളിൽ ജയിക്കും എന്ന്. എനിക്ക് കണക്കൂട്ടലുണ്ട്, ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് എനിക്കുണ്ട്. ആ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തവണ ഞാൻ 1 ലക്ഷം വോട്ടിന് മുകളിൽ ജയിക്കുമെന്ന്. 1,649 വോട്ട് കിട്ടി. 1 ലക്ഷത്തിൽ ഒരു വോട്ട് കുറഞ്ഞിട്ടില്ല. കാരണം കാസർഗോട്ടെ ജനങ്ങളിൽ എനിക്കുള്ള വിശ്വാസമാണ് ഞാൻ 1 ലക്ഷം വോട്ടിന് ജയിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തെല്ലാം പ്രസ്താവനകളാണ് അവരിറക്കിയത്. അബദ്ധജടിതമായ പ്രസ്താവനകൾ കൊണ്ട് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പരത്തി എന്നെ പരാജയപ്പെടുത്താൻ ആവനാഴിയിലെ അവസാനത്തെ ആയുധവും മാർക്സിസ്റ്റ് പാർട്ടി പ്രയോഗിച്ചു. എന്തെല്ലാം പ്രചരണങ്ങളായിരുന്നു. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ BJP പോകുന്നല്ലേ പ്രചരിപ്പിച്ചത് എല്ലാ സ്ഥലത്തും ചെന്ന്. അപ്പോൾ ഞാനൊക്കെ എത്രയോ ആവശ്യം പറഞ്ഞു, മരിക്കുന്നത് വരെ ഒരു MP ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മരിക്കുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരനായി മരിക്കണം, ഒരു ത്രിവർണ്ണ പതാക ശരീരത്തിൽ വീഴണം. അതിനപ്പുറം ഒരാഗ്രഹവും ഇല്ലെന്ന് പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും BJPയിൽ പോകുമെന്ന് പരസ്യമായി വീടാന്തരം കയറി അവർ പ്രചരണം നടത്തി. മാത്രമല്ല അവർ ഒരുപാട് വീഡിയോ കാസറ്റുകൾ ഇറക്കി. എന്നെ വേദനിപ്പിച്ചൊരു കാസറ്റ്, ഇപ്പോൾ വടകരയിൽ കാഫർ എന്ന പ്രയോഗത്തിലൂടെ അവിടുത്തെ മതേതരത്വം അട്ടിമറിക്കാൻ ഒരു മുൻ MLA നടത്തിയ ഹീനമായ പ്രചരണം പോലെയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി നടത്തിയ ഒരു ഹീനമായ പ്രചരണം. നിങ്ങൾ കണ്ടില്ലേ? എൻ്റെ അതേ രൂപസാദൃശ്യമുള്ള ഒരാളെ അണിയിച്ചൊരുക്കി കുറിയിട്ട് കയ്യിൽ മുഴുവൻ ചരട് കെട്ടിച്ച് അവർ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്ന ദിവസം ഒരു കാസറ്റ് ഇറക്കിയതാണ്. എന്താണ് കാസറ്റിൻ്റെ ആധാരം? രാജ്മോഹൻ ഉണ്ണിത്തായ സ്ഥാനാർത്ഥിയോട് എൻ്റെ ഒരു അനുചരൻ ചോദിക്കുന്നു, ഇന്ന് എങ്ങോട്ടാണ് പ്രചരണം? അപ്പം ഞാൻ പറയുന്നു തളങ്കരയിലേക്കാണ്. ഉടൻ തന്നെ ഒരുത്തൻ വന്ന് കുറി മായിക്കുന്നു, ഒരുത്തൻ കയ്യിലെ ചരട് കെട്ട് കുട്ടി അറുത്ത് കളയുന്നു, ഒരുത്തൻ നിന്ന നിപ്പിൽ എൻ്റെ മുണ്ട് വലത്തുവശം അഴിച്ച് ഇടത്തുവശം ഉടുപ്പിക്കുന്നു.
കത്രിക ഉണ്ടായിരുന്നെങ്കിൽ പൊന്നാനിയിലെ പണിയും കൂടെ എന്നോട് ചെയ്തേനെ. എന്തായാലും ദൈവം സഹായിച്ച് അത് മാത്രം നടന്നില്ല. അപ്പോൾ തളങ്കര എന്ന് പറഞ്ഞാൽ മാലിക് ദിനാറിൻ്റെ നാടാണെന്ന് മനസ്സിലാക്കാനുള്ള വിവരവും വിവേകവും ഇല്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ എന്തൊരു അപമാനമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കാർ പോലും ഇത്ര നിന്ദ്യമായ നീചമായ പ്രചരണം നടത്തിയിട്ടില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ BJP പോവും, ഞാൻ മുസ്ലിമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ഞാൻ മുസ്ലിങ്ങളുടെ പരിപാടി പോകുമ്പോൾ ഇസ്ലാമിനെക്കുറിച്ചാണ് പ്രസംഗിക്കാറുള്ളത്, ഖുർആനെക്കുറിച്ചാണ്. ഹിന്ദുക്കളുടെ പരിപാടി പോകുമ്പോൾ രാമായണമുണ്ട്, മഹാഭാരതമുണ്ട്, അതുപോലെ ഉപനിഷത്തുകളെക്കുറിച്ച് ഞാൻ പറയും. ക്രിസ്ത്യാനികളെക്കുറിച്ച് പോകുമ്പോൾ ബൈബിളിനെക്കുറിച്ച് പറയും. അത് കട്ട് ചെയ്ത് വർഗീയ പ്രചരണം നടത്തി പോലും എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ട് 1,649,000 വോട്ടിന് എന്നെ ജയിപ്പിച്ച കാസർഗോട്ടെ ജനങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. അവരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാസർഗോട്ടെ ജനങ്ങളും ഞാനുമായി ഒരു ആത്മീയ ബന്ധമുണ്ട്, ഒരു വൈകാരിക ബന്ധമുണ്ട്, ഒരു ഹൃദയബന്ധമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി ഒരു ജന്മം തപസ്സിരുന്നാലും ആ ബന്ധം അറുത്തു മുറിച്ച് മാറ്റാൻ അവരെ കൊണ്ടാവില്ല. അത്ര രൂഢമൂലമാണ് ആ ബന്ധം. ആ ബന്ധം തകർക്കാനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിച്ചത്. അമ്പേ അവർ ആ രംഗത്ത് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അവർ പരാജയത്തിൻ്റെ പടുകുഴിയിലാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാസർഗോട്ടെ ഫലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്ന ഫലമാണ് വന്നിരിക്കുന്നത്. ഞാൻ BJP പോകുമെന്ന് പ്രചരണം നടത്തിയ ആളുകളാണ് BJP വോട്ട് ചെയ്തിരിക്കുന്നത്. ഇത്തവണത്തെ വോട്ടിൻ്റെ ഒരു പാറ്റേണും ഫലവും നിങ്ങൾ പരിശോധിക്കുക. കയ്യൂർ, കരിവള്ളൂർ, കാവുമ്പായ, ചീമേനി, മൊറാഴ, അതുപോലെ തന്നെ രവണീശ്വരം, മടിക്കൈ, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവ പാരമ്പര്യമുള്ള മണ്ണാണ്. ഇവിടെ എങ്ങും BJPക്ക് വേരുകളേ ഇല്ല. കയ്യൂർ ചീമേനിയിൽ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയുടെ അവിടെ നിന്ന് BJP കിട്ടിയ വോട്ടിൻ്റെ എണ്ണം ഇതുവരെ അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ടോ? ഈ പറയപ്പെടുന്ന വിപ്ലവ വീര്യം മുറ്റി നിൽക്കുന്ന ഈ മണ്ണ് 952 ജവഹർലാൽ നെഹ്റുവിനെ വെല്ലുവിളിക്കാൻ AK ഗോപാലിന് പ്രേരണ നൽകിയ ഈ മണ്ണിൽ BJP വളർത്തിയ ആരാണ്? BJPക്കെതിരെ വോട്ട് കിട്ടിയത് എവിടെയാണ്? ചർച്ച ചെയ്യണ്ടേ പാർട്ടി? ഇരുട്ടുകൊണ്ട് വോട്ടയടിക്കാൻ പറഞ്ഞോ? അതാ ഞാൻ പറഞ്ഞത്, ഈ വിപ്ലവ വീര്യമുള്ള മണ്ണിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി അവരുടെ അടിത്തറ ഇളക്കുന്ന നടപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്തവണ കാസർഗോഡ് ജില്ലയിലെ 5 അസംബ്ലി മണ്ഡലത്തിൽ ഞാൻ ലീഡ് ചെയ്തു. മഞ്ചേശ്വരവും കാസർഗോഡും കഴിഞ്ഞ തവണ എനിക്ക് അന്ന് ലീഡാണ്. ആ ലീഡ് വർദ്ധിപ്പിച്ചു. ഉദുമ ലീഡ് വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ തവണ 2000 വോട്ടിന് പുറകിൽ പോയ സ്ഥലമാണ് കാഞ്ഞങ്ങാട്. അവിടെ ഇത്തവണ എനിക്ക് 8000-ന് മേൽ വോട്ടായി. കഴിഞ്ഞ തവണ 2000 വോട്ടിന് പുറകിൽ പോയ സ്ഥലമാണ് തൃക്കരിപ്പൂർ. അവിടെയും ഞാൻ 10000-ന് മേളിൽ പോയി. കഴിഞ്ഞ തവണ 26,000 വോട്ടിന് ഞാൻ പിറകിൽ പോയ സ്ഥലമാണ് പയ്യന്നൂർ. ഇത്തവണ 12,000 ആയി. അതുപോലെ കഴിഞ്ഞ തവണ 13,800 ചില്ലുവാൻ വോട്ടിന് പിറകിൽ പോയ സ്ഥലമാണ്. ഇത്തവണ 1050 ആയി. പക്ഷെ അവിടൊക്കെ BJPയുടെ വോട്ട് നില നിങ്ങൾ പരിശോധിക്കണം. 2019 തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ 9,268 വോട്ടാണ് BJPക്ക്. അത് ഇത്തവണ 18,466 പാർട്ടി ഗ്രാമങ്ങളിലാണ് ഈ BJPക്കാരുടെ വോട്ട് മുഴുവൻ പിടിച്ചിരിക്കുന്നത്. പാർട്ടി ഗ്രാമങ്ങളിൽ. 2, കല്യാശ്ശേരി നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയ വോട്ട് 9,854. ഇത്തവണ 17,688. പയ്യന്നൂരും കല്യാശ്ശേരിയിലും എവിടെ BJP ഉള്ളത്, യൂണിറ്റ് ഉള്ളത്? അപ്പോൾ വോട്ട് ഷിഫ്റ്റ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 13,000 വോട്ടിന് ഞാൻ പിറകിൽ പോയ സ്ഥലത്ത് അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ വിജിൻ 45,000 വോട്ടിൻ്റെ ലീഡ് നേടി. പയ്യന്നൂർ 26,000 വോട്ടിന് ഞാൻ പുറകിൽ പോയ സ്ഥലത്ത് മധുസൂദനൻ കഴിഞ്ഞ തവണ 49,000 വോട്ടിലെത്തി. അത് വോട്ട് ഷിഫ്റ്റാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ അല്ല അസംബ്ലിയുടെ വോട്ടിംഗ് പാറ്റേൺ അല്ല പാർലമെൻറ്റിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറൻറ്റ്. പക്ഷെ അത് വോട്ട് ഷിഫ്റ്റാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. പക്ഷേ
പ്രത്യയശാസ്ത്രപരമായ നയവ്യതിയാനം വന്നു കഴിഞ്ഞാൽ പാർട്ടിയുടെ അടിത്തറ തകരും. ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അധ്വാനിക്കുന്നവൻ്റെ പാർട്ടി, ഭാരം ചുമക്കുന്നവൻ്റെ പാർട്ടി, തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടി, ജന്മിത്വം അവസാനിപ്പിക്കാൻ ജന്മം കൊണ്ട പാർട്ടി, പാലോറ മാതയുടെ പശുക്കുട്ടിയെ വിറ്റ് ദേശാഭിമാനി തുടങ്ങിയ പാർട്ടി. ആ ദേശാഭിമാനിയുടെയും കൈരളിയുടെയും വിയുടെയും പീപ്പിളിൻ്റെയും ആസ്തി മാത്രം എടുത്തു നോക്ക്. മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ സമ്പാദിച്ച സ്വത്തുവകൾ പരിശോധിക്ക്. ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ കോടിക്കണക്കിന് ആസ്തിയുള്ളൊരു സ്ഥാപനമായി മാർക്സിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്ന ഒരു പാർട്ടിയല്ല, അതൊരു സ്ഥാപനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറിയിരിക്കുന്നു. എവിടുന്ന ഈ പണം? എവിടുന്ന ഈ പണം? ക്രോണി ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിയിലേക്ക് തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടി മാറിയിരിക്കുന്നു. ആലോചിക്കണം. കുഞ്ചൻ നമ്പ്യാരുടെ ശിഷ്യന്മാരായി പാർട്ടിക്കാർ മാറി. പാർട്ടി അണികളല്ല നേതാക്കന്മാർ. ദീപസ്തംഭം മഹാചര്യം. നമുക്കും കിട്ടണം പണം. പണത്തിന് വേണ്ടി എന്തും ചെയ്യും. അതാണല്ലോ കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിയുടെ 14 ജില്ലകളിലെയും വിശകലനം നടക്കുമ്പോൾ എന്താണ്? പാർട്ടിയുടെ അടിത്തറ തകർന്നു. പക്ഷെ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പരാജയ കാരണം വിശദീകരിക്കാൻ കഴിയുന്ന ആർജവമുള്ള പൗരുഷമുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരനെ നമ്മൾ കാണുന്നില്ല. ഈ ചർച്ചകളെല്ലാം ശൈലി മാറ്റണമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞു ശൈലി മാറ്റുന്ന പ്രശ്നമില്ല. കല്യാശ്ശേരിയിൽ കുഞ്ഞുങ്ങളെ തലയടിച്ച് പൊട്ടിച്ചു ചെടിച്ചട്ടി കൊണ്ട്, അതുപോലെ ഹെൽമറ്റ് കൊണ്ട്. അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞതിൽ ഞാൻ അടിയുറച്ച് നിൽക്കുന്നുവെന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞാൽ പാർലമെൻറ്റിനകത്ത് നരേന്ദ്രമോദി എടുത്തിരിക്കുന്ന അതേ സമീപനം ജനവിധി എന്തായാലും ആ ജനവിധി മാനിക്കുന്ന പ്രശ്നമില്ലെന്നാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെൻറ്റിൽ വ്യക്തമാക്കിയത്. കേരളത്തിലെ മുഖ്യമന്ത്രിയും പറയുന്നു ജനവിധി എന്തായാലും എന്നെ തിരുത്താൻ പാർട്ടി വരണ്ട, ഞാൻ നന്നാവില്ല, എൻ്റെ ശൈലി മാറ്റില്ല. അപ്പോൾ സ്വാഭാവികമായി വിപ്ലവ വീര്യമുള്ള മണ്ണിൽ BJPയെ നട്ടു വളർത്തി വലുതാക്കി മാർക്സിസ്റ്റ് പാർട്ടി. എന്നിട്ട് അത് മൊത്തം കോൺഗ്രസിൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കുകയാണ്. കോൺഗ്രസിൽ 1-2 ആളുകൾ BJP പോയവരോട് അവരല്ലാതെ നിഴല് അല്ലാതെ മറ്റാരും പോയിട്ടില്ല. പക്ഷേ ഇന്ന് ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നുവെന്ന് പാർട്ടിക്ക് മുന്നറിയിപ്പ് കൊടുത്തത് രാജ്മോഹൻ ഉണ്ണിത്താനും സുധാകരനും VD സതീശനുമല്ല, ഞങ്ങളുടെ ദേശീയ നേതാവ് KC വേണുഗോപാലല്ല, പ്രകാശ് കാരാട്ടാണ്, സീതാറാം യെച്ചൂരിയാണ്. ഈ നില തുടർന്നാൽ BJP ബംഗാളിലെ പോലെ പാർട്ടിയെ വിഴുങ്ങും. നമ്മുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ അവരിലേക്ക് ചെന്ന് പതിക്കും. നമ്മുടെ പ്രവർത്തകന്മാർ മൊത്തം BJP പോകും. അതുകൊണ്ട് ജനങ്ങളുമായിട്ടുള്ള അകലം കുറയ്ക്കണം എന്ന് ദേശീയ നേതാക്കന്മാർ പറയുമ്പോഴും ജനങ്ങളുമായിട്ടുള്ള അകലം കൂട്ടാനാണ് നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം. ഞാൻ 22-ാം തീയതി ഡൽഹിയിലേക്ക് പോയി, 24-ാം തീയതി സത്യപ്രതിജ്ഞ. ഞാൻ ഇന്നലെ 3-ാം തീയതി പാർലമെൻറ്റ് തീരുമെന്ന് പറഞ്ഞു. 2-ാം തീയതി വൈകിട്ട് 7 മണിക്ക് പാർലമെൻറ്റ് പിരിഞ്ഞു. 3-ാം തീയതി തീരുമെന്ന് വിചാരിച്ചു. 4-ാം തീയതി രാവിലെ ടിക്കറ്റ് എടുത്തു. ബിന്ദു ജ്വല്ലറി കാസർഗോഡ്. ഗോൾഡ്, ഡയമണ്ട്, ബേർസ്റ്റോൺ, സിൽവർ 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഞാൻ നേരെ ഇന്ന് മാവേലിയിൽ രാവിലെ ഇവിടെ വന്നു. ഞാൻ കഴിഞ്ഞ 22 തൊട്ട് ഇന്നലെ വരെ ഡൽഹിയിലായിരുന്നു. ഞാൻ ഡൽഹിയിലായിരിക്കുമ്പോഴാണ് ചില സംഭവവികാസങ്ങൾ കാസർഗോഡ് നടന്നത്. എനിക്കെതിരെ ഒരു വ്യക്തി 2,20,00,000 രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചു. DYFI, വിപ്ലവ വീര്യമുള്ള യുവജന പ്രസ്ഥാനമായ DYFI, ഒരു പ്രിൻസിപ്പളിൻ്റെ ചെകിട അടിച്ച് തകർക്കുമെന്ന് പറഞ്ഞ യുവജന പ്രസ്ഥാനം, പ്രിൻസിപ്പളിൻ്റെ നെഞ്ചത്ത് അടുപ്പ് കൂട്ടുമെന്ന് പറഞ്ഞ പ്രസ്ഥാനം, ഇടിമുറികൾ കോളേജ് ക്യാമ്പസുകൾ സ്ഥാപിക്കുന്നൊരു പ്രസ്ഥാനം, വിപ്ലവ വീര്യം ഉൾക്കൊള്ളുന്നൊരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനമാണ് എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത്. പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നു. MP ഡൽഹിയിലേക്കാണെന്നറിയാം. ഡൽഹി തിരിച്ച് പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞാൽ ഇവിടെ വരും. MP കൂടെ വീട്ടിലുള്ളപ്പോൾ വേണ്ടേ ഇത് ദിവസം തിരഞ്ഞെടുക്കാൻ. മുഖ്യമന്ത്രി സ്വിറ്റ്സർലൻഡിലും സിംഗപ്പൂരിലും പോകുമ്പോഴാണോ മുഖ്യമന്ത്രിയുടെ വീട് കളയാൻ പോകുന്നത്? അതാണോ എൻ്റെ മര്യാദ? 2, ബാലകൃഷ്ണൻ മാസ്റ്റർ സ്വല്പം വിവരമുള്ള ആളാണെന്നാണ് ഞാൻ ധരിച്ചു വെച്ചത്.
ഇപ്പം എനിക്ക് മനസ്സിലായി ഈ 1,00,000 വോട്ടിന് പുള്ളി തോക്കാൻ കാരണം എന്താണ്. പഠിപ്പുണ്ടായിട്ട് മാത്രം പോരല്ലോ, വിവരം വേണമല്ലോ, സാമാന്യ ബോധം വേണമല്ലോ. ഞാൻ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളിൻ്റെ ആ ആരോപണങ്ങളെ ഇഗ്നോർ ചെയ്ത് കളയുന്നു. അതിനൊന്നും മറുപടി പറയാൻ ഞാനില്ല. പക്ഷേ എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയ DYFഐയെ ഞാൻ വെല്ലുവിളിക്കുന്നു. എനിക്കെതിരെ ഒരു വ്യക്തി ആരോപണം ഉന്നയിച്ചപ്പോൾ അതിൽ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ ബാലകൃഷ്ണൻ മാസ്റ്ററെ ഞാൻ വെല്ലുവിളിക്കുന്നു. അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട BJPയുടെ സ്ഥാനാർത്ഥി, അവർക്ക് പരിചയക്കുറവുണ്ട്, അവർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, ആദ്യമായിട്ട് ഒരു സീറ്റ് കിട്ടി, എന്ത് പറയണ്ടെന്ന് അവർക്കറിയില്ല, എന്നാലും അവർ പറഞ്ഞ സ്ഥിതിക്ക് അതും ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. BJPയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ അഴിമതി ആരോപണം ഉന്നയിച്ചത് ഞാൻ അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞ ബാലകൃഷ്ണൻ മാസ്റ്റർ പ്രസ്താവന ഞാൻ ഗൗരവത്തിലെടുക്കുന്നു. നമ്മുടെ BJP സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന ഗൗരവത്തിലെടുക്കുന്നു. DYFഐയുടെ ആവശ്യവും ഞാൻ ഗൗരവത്തിലെടുക്കുന്നു. അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെടുന്നു, ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം എനിക്ക് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച 17 കോടി രൂപയും എൻ്റെ മുൻഗാമിയായ P. കരുണാകരൻ ചെലവഴിക്കാതെ വെച്ചിട്ട് പോയ 2.5 കോടി രൂപ കണ്ടുപിടിച്ച് അതും കൂടി നേടിയെടുത്ത് 19.5 കോടി രൂപ ഞാൻ എൻ്റെ MP ഫണ്ടിലൂടെ കാസർഗോഡ് ചെലവഴിച്ചിട്ടുണ്ട്. ഈ 19.5 കോടി രൂപയിൽ 10 രൂപയുടെ ഒരു ചായ രാജ്മോഹൻ ഉണ്ണിത്താൻ വാങ്ങിച്ചു കുടിച്ചു എന്ന് തെളിയിച്ചാൽ അന്ന് എൻ്റെ MP സ്ഥാനം ഞാൻ രാജിവെക്കാം, പൊതുപ്രവർത്തനം നിർത്താം. ഇല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച ബാലകൃഷ്ണൻ മാസ്റ്റർ പൊതുപ്രവർത്തനം നിർത്താവോ? DYFഐയുടെ കാസർഗോഡ് കമ്മിറ്റി പിരിച്ചുവിടാവോ? ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ച BJP സ്ഥാനാർത്ഥി ആരോപണം പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയാവോ? കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ജില്ലാ കളക്ടർ അവരുടെ ആളാണ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ അവരുടെ ആളാണ്, BDOമാർ മുഴുവൻ അവരുടെ ആളാണ്. MP ഫണ്ടിൽ MPക്ക് യാതൊരു കാര്യവുമില്ല. MP ഫണ്ട് ഏതൊക്കെ ആവശ്യത്തിന് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന MP ആണ്. പിന്നെ MPക്ക് ഒരു റോളുമില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരു ഹൈമാസ് ലൈറ്റ് എവിടെയെങ്കിലും സ്ഥാപിക്കണമെങ്കിൽ രാജ്മോഹൻ താൻ ചോദിച്ചു കിടക്കയില്ല, ആർക്കെങ്കിലും ഹൈമാസ് ലൈറ്റ് വേണോ? ഹൈമാസ് ലൈറ്റ് ആരെങ്കിലും ഒരാൾ എന്നോട് ആവശ്യപ്പെടുന്നു, സർ ഇന്ന സ്ഥലത്തൊരു ഹൈമാസ് ലൈറ്റ് വേണം, അല്ലെങ്കിൽ മിനിമാസ് ലൈറ്റ് വേണം, ഞാൻ അവരുടെ അടുത്ത് പറയും അപേക്ഷ തരാൻ പറയും, അപേക്ഷ തരും. കുറേ അപേക്ഷകളാകുമ്പോൾ ഞാൻ അത് പഞ്ചായത്തിന് അയച്ചു കൊടുക്കും, മുനിസിപ്പാലിറ്റിക്ക് അയച്ചു കൊടുക്കും. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഞാൻ അയച്ചു കൊടുക്കുന്ന അപേക്ഷകൾ പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചുകൂട്ടി, മുനിസിപ്പൽ കമ്മിറ്റി വിളിച്ചുകൂട്ടി അത് പാസ്സാക്കി തിരിച്ചു തരണം. പഞ്ചായത്തുകൾ പാസ്സാക്കി തരുന്ന റെസല്യൂഷൻ ഞാൻ നേരെ കളക്ടർക്ക് അയച്ചു കൊടുക്കുന്നത്. എന്തിനാണ് പഞ്ചായത്ത് പാസ്സാക്കുന്നത്? കാരണം ഇതിന് ഞാൻ വെച്ച സകല ഹൈമാസ് ലൈറ്റിനും 5 വർഷത്തെ വാറണ്ടി ഉണ്ട്, 5 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. ഈ ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കറണ്ട് ചാർജ് അടയ്ക്കുന്ന പഞ്ചായത്താണ്. 5 വർഷത്തെ വാറണ്ടിയും ഗ്യാരണ്ടിയും തീർന്നാൽ ഈ ലൈറ്റിന് മെയിൻ്റനൻസ് വന്നാൽ ആ മെയിൻ്റനൻസ് നോക്കുന്നത് പഞ്ചായത്താണ്. 5 വർഷം ഈ കമ്പനി നോക്കണം. കാര്യം 5 വർഷത്തെ വാറണ്ടിയും ഗ്യാരണ്ടിയും ഉണ്ട്. കാസർഗോഡ് ജില്ലയിലെ MLAമാർ സ്ഥാപിച്ച ഹൈമാസ് മിനിമാസ് ലൈറ്റുകൾക്ക് 3 വർഷം മാത്രം ഗ്യാരണ്ടി ഉള്ളപ്പോൾ MP സ്ഥാപിച്ച ലൈറ്റുകൾക്ക് 5 വർഷത്തെ വാറണ്ടി എന്തിനാണ് ഞാൻ വാങ്ങിച്ചത്? പഞ്ചായത്തുകളുടെ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് പരമാവധി അവരെ ഒഴിവാക്കാനാണ്. MLAമാർ സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റിൻ്റെ വാറണ്ടിയും ഗ്യാരണ്ടിയും 3 കൊല്ലം കഴിയുമ്പോൾ തീരും. പിന്നെ പണി വന്നാൽ അവർ ചെയ്യണം. എൻ്റെ ലൈറ്റിൻ്റെ വാറണ്ടിയും ഗ്യാരണ്ടിയും 5 കൊല്ലം കഴിയുമ്പോഴേ തീരൂ. അപ്പോൾ 5 കൊല്ലം കഴിഞ്ഞിട്ട് പഞ്ചായത്ത് മെയിൻ്റനൻസ് ചെയ്താൽ മതി. അതുവരെ 5 കൊല്ലമൊന്നും ഒരു മെയിൻ്റനൻസും വരില്ലല്ലോ. അപ്പോൾ നമ്മളിത് പ്ലാനിംഗ് ഓഫീസിലേക്ക് ഇവിടുന്ന് പഞ്ചായത്ത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കൺസേൺ ബ്ലോക്കിലേക്ക് പോകും. ആകെ ഇപ്പോൾ 100 ലൈറ്റ്, 100 ലൈറ്റിൽ 10 കാഞ്ഞങ്ങാട്, 10 നീലേശ്വരം, ബാക്കി പഞ്ചായത്ത്. അപ്പോൾ പ്ലാനിംഗ് ഓഫീസിൽ നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ MP ഫണ്ടിൽ നിന്ന് 10 ലൈറ്റുകൾ, ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്, 10 ലൈറ്റുകൾ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. താല്പര്യമുള്ള ഏജൻസികൾ, അക്രഡിറ്റഡ് ഏജൻസികളിൽ നിന്ന് ടെൻഡറുകൾ ക്ഷണിക്കുന്നു. അക്രഡിറ്റഡ് ഏജൻസി 1 കെൽട്രോൺ, 2 കെല്ല്, 3 സിൽക്ക്. ടെൻഡർ ക്ഷണിക്കും,
കൊട്ടേഷൻ വിളിച്ചു കഴിഞ്ഞാൽ ടെൻഡർ കൊടുക്കുമല്ലോ. ടെൻഡർ പൊട്ടിക്കുന്നത് BDO ആണ്, ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറാണ്. ലോവസ്റ്റ് ടെൻഡർ അവരാണല്ലോ പൊട്ടിക്കുന്നത്. ആരാണ് ലോവസ്റ്റ് ടെൻഡർ? അക്രഡിറ്റഡ് ഏജൻസിയായ ലോവസ്റ്റ് ടെൻഡറിന് കരാർ ഉറപ്പിച്ചു കൊടുക്കും. കരാർ ഉറപ്പിച്ചു കൊടുത്താൽ പിന്നെ അവർ ചെയ്യേണ്ടുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ NOC വേണം. കാര്യം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കമ്പിയിൽ തട്ടില്ല NOC. PWD റോഡ് വെട്ടിക്കുഴിക്കില്ല, അവരുടെ NOC. അപ്പോൾ PWDയുടെയും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും NOC കിട്ടിക്കഴിഞ്ഞാൽ, ലൊക്കേഷൻ സ്കെച്ച് തയ്യാറാക്കി കഴിഞ്ഞാൽ വീണ്ടും കളക്ടർക്ക് പോകും ഈ ഫയല്. കളക്ടർ സാങ്ഷൻ ചെയ്യും. സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കൊണ്ട് ലൈറ്റ് ഇടും. ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ MPയെ വിവരം അറിയിക്കും. 10 ലൈറ്റ് കാഞ്ഞങ്ങാട്ട് തീർന്നു. MP പോകും, ആ ലൈറ്റുകൾ ഉദ്ഘാടനം ചെയ്യും. ഇതിനകത്ത് എവിടെ MPക്ക് കമ്മീഷൻ കിട്ടുന്നത്? എവിടെയാണ്? കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ട് കളക്ടറാകണം, അല്ലെങ്കിൽ പ്ലാനിംഗ് ഓഫീസറാകണം, അല്ലെങ്കിൽ BDO ആവണം. ഞങ്ങൾക്ക് സാമ്പത്തികമായി യാതൊരു ബന്ധവുമില്ല. വിവരദോഷികൾ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞാൽ വിവരമുള്ളവനെങ്കിലും അത് മനസ്സിലാക്കണോ വേണ്ടയോ? ഞാൻ പറഞ്ഞത് ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് ഇത് വെരിഫൈ ചെയ്യാമല്ലോ. കളക്ടറോട്, പ്ലാനിംഗ് ഓഫീസറോട്, BDOമാരോട്, അവരോട് വെരിഫൈ ചെയ്യണ്ടേ MPയുടെ ഫണ്ടുകൾ എങ്ങനെയാണ് ചിലവാക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ധനവിനിയോഗം. ഞങ്ങൾക്കാകെ ഉള്ള റോഡ് ഞാൻ 16 ബസ് കൊടുത്തു. 16 ബസ് DDE ആണ്, എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് DO. അയാളാണ് ബസ് ബുക്ക് ചെയ്യുന്നത്. ഞാൻ ഇന്ന സ്കൂളിന് ബസ് കൊടുക്കാൻ ഉത്തരവിടുന്നു. ആ ബസ്സിൻ്റെ വില ചോദിക്കുന്നു 35 ലക്ഷം. 35 ലക്ഷം കൊടുത്ത് 28 ലക്ഷം മതിയാക്കി ബാക്കി 7 ലക്ഷം ഫണ്ടിൽ വരുന്നു. MPയുടെ കയ്യിലല്ല വരുന്നത്, ഫണ്ടിനകത്ത് വരുന്നു. 19.5 കോടി രൂപയും ചെലവാക്കിയിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്യോഗസ്ഥന്മാരാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരു ഹൈമാസ് ലൈറ്റിലോ ഈ ബസ്സിൻ്റെ കാര്യത്തിലോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ 1 രൂപ വാങ്ങിച്ച് തിന്നു എന്ന് സ്ഥാപിച്ചാൽ പിന്നെ ഞാൻ ഈ സ്ഥാനത്തിരിക്കത്തില്ല. അങ്ങനെ മാനവും മര്യാദയായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അപമാനിക്കാൻ ഒരുത്തൻ ഇറങ്ങി പുറപ്പെട്ടാൽ ആ ഇറങ്ങി പുറപ്പെടുന്ന ആളിന് പിന്തുണ കൊടുക്കലല്ല ആവശ്യം. അതിൻ്റെ ഡേറ്റാസ് കളക്ട് ചെയ്യണം. ഞാനിപ്പോൾ സംസാരിക്കുന്ന ഞാൻ കാസർഗോഡ് MPക്ക് വേണ്ടിയിട്ടല്ല, കേരളത്തിലെ 19 MPമാരെ നിങ്ങൾ വിളിക്കുക. 20 MPമാരുണ്ടല്ലോ. കഴിഞ്ഞ 5 വർഷം MP ആയിരുന്നല്ലോ ആരിഫിനെ വിളിക്കുക. ഉണ്ണിത്താൻ പറഞ്ഞത് തെറ്റാണെന്ന് ചോദിക്കട്ടെ. അവിടെ ബാലകൃഷ്ണൻ മാസ്റ്റർ MP ആണല്ലോ, ചോദിക്കട്ടെ. അപ്പം വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാട്, ആർക്കും എന്തും ആകാം. അതാണോ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ? ഇത് DYFക്കാർ നമുക്കറിയാം, അവത്തുങ്ങൾ കുഞ്ഞുങ്ങൾ, അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് അവർ ചെയ്തു. ബാലകൃഷ്ണൻ മാസ്റ്റർ അതല്ലല്ലോ, അയാൾക്ക് കുറേ പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരനല്ലേ. പിള്ളേർ ചില വിവരക്കേടുകൾ കാണിച്ചാൽ നമുക്ക് മറക്കാം. DYFI അങ്ങനെ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ബാലകൃഷ്ണൻ മാസ്റ്റർ പോലെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവ് അന്വേഷിക്കണമെന്ന് പത്രത്തിലല്ല കൊടുക്കേണ്ടത്. നിങ്ങൾ ഈ ചാനലുകാരാണോ അന്വേഷിക്കുന്നത്? ഒരുപാട് യോഗ്യത ഉള്ളവരെ വെട്ടിയിട്ടാണല്ലോ പുള്ളിക്ക് ഇവിടെ പാർലമെൻറ്റ് സീറ്റ് കൊടുത്ത്. ആ പാർലമെൻറ്റ് സീറ്റ് കൊടുത്ത് ആരാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മാസ്റ്ററെ, നിങ്ങളുടെ സ്വന്തം ആളല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ? രാജ്മോഹൻ ഉണ്ണിത്താൻ ഇങ്ങനെ കാശ് വാങ്ങിച്ചു, കൈക്കൂലി വാങ്ങിച്ചു എന്ന് എഴുതി കൊടുക്കും മാസ്റ്ററെ. എന്നിട്ട് നിങ്ങളുടെ നേതാവ് പിണറായി വിജയനോട് പറ, ആർജവം ഉണ്ടെങ്കിൽ അന്വേഷണം വയ്ക്കാൻ പറ. ഞാൻ ഏത് അന്വേഷണം തയ്യാറാണ്. വിജിലൻസ് വേണോ? വിജിലൻസ്. ക്രൈംബ്രാഞ്ച് വേണോ? ക്രൈംബ്രാഞ്ച്. ഇനി EDക്ക് പോകണോ? ഇനി EDയുടെ വ്യവസ്ഥകൾ വല്ലതും ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കിട്ടിയ പണമെല്ലാം കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി CBIക്ക് വിടണോ? ഏത് അന്വേഷണത്തെയും നേരിടാം. എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. 19.5 കോടി രൂപ ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. ഹൈമാസ് ലൈറ്റ് 267 കൊടുത്തിട്ടുണ്ട്. ഇനിയും കൊടുക്കും. ആവശ്യക്കാർ വന്നാൽ എല്ലാ ആവശ്യക്കാർക്കും ഹൈമാസ് ലൈറ്റ് ഇനിയും കൊടുക്കും. പക്ഷേ ഹൈമാസ് ലൈറ്റിൻ്റെ അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ നിങ്ങൾ ആലോചിക്കണം. ഭീമ ജ്വല്ലറി, ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. ജില്ലാധികാരിയായ ജില്ലാ കളക്ടറാണ് MPയുടെ ഫണ്ട് മുഴുവൻ പ്രവർത്തികൾ നടപ്പിലാക്കുന്ന ഉത്തരവാദിത്വം ജില്ലാ കളക്ടർക്കാണ്. MP നിർദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് മാത്രമാണ് മാർഗരേഖാപ്രകാരം ഫണ്ട് അനുവദിക്കാൻ കളക്ടർക്ക് അനുവാദമുള്ളൂ. ഇപ്പം ഞാൻ കളക്ടർക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ ബസ് കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറയും ഇന്ന സ്കൂളിന് ബസ് കൊടുക്കാൻ, ആ സ്കൂളിലേക്ക് കളക്ടർ ബസ് കൊടുക്കും. മനസ്സിലായോ?
MP നിർദ്ദേശിക്കുന്ന പദ്ധതികൾ മാർഗരേഖാപ്രകാരം നടപ്പിലാക്കുന്നവയാണെങ്കിൽ പ്രസ്തുത പ്രവൃത്തികളുടെ നിർവഹണ ചുമതല അനുയോജ്യരായ നിർവഹണ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുന്നത് കളക്ടറാണ്, നോട്ട് MP. ആദ്യഘട്ടത്തിൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി കളക്ടർ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നൽകി വിവരം നിർവഹണ ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുന്നു. ആരാ നിർവഹണ ഉദ്യോഗസ്ഥന്മാർ? BDOമാർ. എന്നിട്ട് തുടർന്ന് സാങ്കേതിക അനുമതി ആവശ്യമുള്ള പദ്ധതികളിൽ പദ്ധതി തുക അനുസരിച്ച് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥന്മാർക്ക് സാങ്കേതിക അനുമതി അയച്ച് സാങ്കേതിക അനുമതി കൂടി വാങ്ങിയ ശേഷമാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഈ ബില്ല് കൊടുക്കുന്നതും വാങ്ങുന്നതും ഞങ്ങൾ ആരും അറിയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 267 ലൈറ്റ് കൊടുക്കാൻ പറഞ്ഞാൽ ലൈറ്റ് കൊടുക്കും. അത് ടെൻഡർ വിളിച്ചിട്ടാണ് കൊടുക്കുന്നത്. ലോവസ്റ്റ് ടെൻഡറിനാണ് കൊടുക്കുന്നത്. അക്രഡിറ്റഡ് ഏജൻസിക്ക് കൊടുക്കാൻ പറ്റൂ. കണ്ണൂർ പ്ലാനിംഗ് ഓഫീസ് ഒരിക്കൽ എഴുതി ചോദിച്ചു. ആരോട് എഴുതി ചോദിച്ചു? ഗവൺമെൻറ്റിനോട് ചോദിച്ചു, ഞങ്ങൾ PWDക്ക് കോൺട്രാക്റ്റ് കൊടുക്കട്ടോ, അല്ലെങ്കിൽ പ്രൈവറ്റ് അവർക്ക് കൊടുക്കട്ടോ? അന്ന് ഗവൺമെൻറ് എഴുതി PWDക്ക് കൊടുക്കാൻ പാടില്ല, പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുക്കാൻ പാടില്ല. അക്രഡിറ്റഡ് ഏജൻസിക്ക് കൊടുത്താൽ അവർക്കൊരു ഉത്തരവാദിത്വം വരും, മറ്റവർ കൈ കഴുകും, പിന്നെ അവർ തിരിഞ്ഞു നോക്കില്ല, മെയിൻ്റനൻസ് ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് കണ്ണൂർ പ്ലാനിംഗ് ഓഫീസർ ഇത് പ്രൈവറ്റ് ഏജൻസി, PWD ഗവൺമെൻറ് ഏജൻസിയാണ്, അല്ലെങ്കിൽ സ്വകാര്യ ഏജൻസികൾ കൊടുക്കട്ടോ എന്ന് ചോദിച്ചപ്പം അക്രഡിറ്റഡ് ഏജൻസിക്ക് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സർക്കാർ ഉണ്ടാക്കുന്ന പ്രൈസ് സോഫ്റ്റ്വെയറിലാണ് ഇതിൻ്റെ റേറ്റ് തീരുമാനിക്കുന്നത്. ഞങ്ങളല്ല തീരുമാനിക്കുന്നത്, സർക്കാർ ഉണ്ടാക്കുന്ന പ്രൈസ് സോഫ്റ്റ്വെയറിൽ നിന്നാണ് ഇത് തീരുമാനിക്കുന്നത്. പിന്നെ ഇനി ഒരു വർഷം പറയാം. ഒരു ഹൈമാസ് ലൈന് ഞാൻ കൊടുത്തിരിക്കുന്ന ഏകദേശം 3 ലക്ഷം രൂപയാണ് മിനിമാസ്. അതിൽ ടാക്സ് അടക്കമാണ് 3 ലക്ഷം രൂപ. 30% ടാക്സ് പോവും. ഏതൊക്കെ ടാക്സാ? 1 GST, 2 വെൽഫെയർ ഫണ്ട്, 3 ഇൻകം ടാക്സ്, 5% സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്. 5% സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എന്തിനാണ്? 5 കൊല്ലത്തെ വാറണ്ടി. ആ വാറണ്ടി പീരീഡിൽ ഈ ലൈറ്റിന് എന്തെങ്കിലും വന്നാൽ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ 5% സർക്കാർ പിടിച്ചു വച്ചിട്ടാണ് 5% സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്. അപ്പം 3 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ളൊരു ഹൈമാസയിൽ ഈ കോൺട്രാക്റ്റ് കിട്ടുന്നത് 2,20,000 രൂപയാണ്. ഇപ്പോൾ അഴിമതി ഉന്നയിച്ച വീരൻ, വീരാതി വീരൻ, വില്ലാളി വീരൻ, അയാൾ പറഞ്ഞിരിക്കുന്നത് 2,32,00,000 രൂപയാണ്. അപ്പം പെട്ടെന്ന് ഇത് മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്ത് അന്വേഷണം നടത്തി എന്നെ അകത്താക്കിയാൽ ഈ പൈസ മൊത്തം പുള്ളിക്ക് കിട്ടുമല്ലോ. എടാ, ആരോപണം ഉന്നയിച്ചതിൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ തെളിവ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കൊടുക്കുക. തെളിവ് കൊടുത്താൽ മുഖ്യമന്ത്രി അപ്പോൾ അന്വേഷണത്തിനെത്തില്ലേ? തെളിവുണ്ടെന്ന് വാർത്താ മാധ്യമങ്ങളെ വിളിച്ച് ഒരാഘോഷപൂർവ്വം ഒരാളെ അപമാനിച്ചിട്ട് അയാളെ പാട്ടിന് പോയി. ഉടനെ DYFI സമരം, ഉടനെ ബാലകൃഷ്ണമാർ സ്റ്റേറ്റ്മെൻറ്റ്, ഉടനെ BJP സ്റ്റേറ്റ്മെൻറ്റ്. എടാ, തെളിവുള്ളവൻ തെളിവ് ഉടനെ മുഖ്യമന്ത്രിക്ക് കൊണ്ട് കൊടുത്തിട്ട് അന്വേഷണം വെപ്പിച്ചിട്ട് അഴിമതി നടത്തിയേ 2,20,00,000. അപ്പോൾ മാനവും മര്യാദയായിട്ട് ജീവിക്കുന്നവരെ അപമാനിക്കാനാണ് ഭാവമെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ വ്യക്തി കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്തു പോയി. അതുകൊണ്ട് ഞാൻ അയാളെക്കുറിച്ച് ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല. പക്ഷേ ബാലകൃഷ്ണൻ മാസ്റ്ററും DYFIയും BJPയും ആരോപണത്തിനെ എൻഡോഴ്സ് ചെയ്തതുകൊണ്ട് ഞാൻ പറയുന്നു, മാസ്റ്ററെ, നിങ്ങളുടെ സ്വന്തം ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ആരോപണം എഴുതി മുഖ്യമന്ത്രിക്ക് കൊടുത്ത് അന്വേഷണം വെപ്പിച്ച് ആരോപണത്തിൽ കഴിവുണ്ടെങ്കിൽ നടപടിയെടുപ്പിക്കുക. രാജ്മോഹൻ താൻ വീണ്ടും പറയുന്നു, P. കരുണാകരൻ ചെലവഴിക്കാതെ വെച്ചിട്ട് പോയ 2.5 കോടി രൂപ ഉൾപ്പെടെ 19.5 കോടി രൂപയുടെ വികസനം MP ഫണ്ടിൽ നിന്ന് മാത്രം ഞാൻ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം വേറെയാണ്. ആ MP ഫണ്ടിൽ 10 രൂപയാണ് ഒരു ചായയുടെ വില. ഒരു 10 രൂപയുടെ ചായ രാജ്മോഹൻ താൻ വാങ്ങിച്ചു കുടിച്ചു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ എൻ്റെ പൊതുജീവിതം MP സ്ഥാനം അപ്പം രാജിവെക്കാം. അത് ബാലകൃഷ്ണ മാസ്റ്ററോടല്ല, കല്യാശ്ശേരി MLA, പയ്യന്നൂർ MLA, തൃക്കരിപ്പൂർ MLA, കാഞ്ഞങ്ങാട് MLA, ഉദുമ MLA, 5 MLA മാർ ഇടതുപക്ഷമാണ്. ആ 5 MLA മാരോടും പറയുന്നു,
ഞാൻ അവരെയും വെല്ലുവിളിക്കുന്നു. എൻ്റെ ഈ 19.5 കോടി രൂപയിൽ അഴിമതി ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുക. എന്നേക്കുമായി ഉണ്ണിത്താനെ കാസർഗോഡ് നിന്ന് ഓടിക്കാൻ ഏറ്റവും പറ്റിയ മാർഗം അതാണ്. ഇല്ലെങ്കിൽ ഒരു നടക്കൊന്നും ഇത് പോവില്ല. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനാണല്ലോ നിങ്ങളുടെ ആലോചന. അതിനാണല്ലോ ഇവിടെ അകത്തും പുറത്തുമൊക്കെ ആലോചനകൾ നടത്തുന്നത്. എന്നെ പറഞ്ഞു വിടാനുള്ള ഏക മാർഗം ഇത് മാത്രമാണ്. ഒരു സുവർണാവസരം ഞാൻ കൊണ്ടുതരുന്നു. 5 MLA-മാരെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെയും ഞാൻ വെല്ലുവിളിക്കുന്നു. 19.5 കോടി രൂപയിൽ 1 നയാ പൈസ രാജ്മോഹൻ ഉണ്ണിത്താൻ വഴിയാണ് ചെലവാക്കിയതെങ്കിൽ തെളിയിക്കുക നിങ്ങൾ. ഇത് ജില്ലാ കളക്ടർക്കും പ്ലാനിംഗ് ഓഫീസർക്കും BDO-മാർക്കും അവരാണ് ഇതിൻ്റെ ഇംപ്ലിമെൻ്റ് ഏജൻസികൾ. ബസ് കൊടുക്കുന്ന DD-മാരാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്താ ചെയ്യേണ്ടത്? അവരെയൊക്കെ ബന്ധപ്പെടണം. ഇങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇതാണോ ശരി? ശരിയും തെറ്റും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. മനസ്സിലായില്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം MP ഫണ്ട് എന്തിനൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന അവകാശം ഞങ്ങൾക്കാണ്. ആ അവകാശമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ആ നിർവഹിക്കുന്ന അവകാശത്തിനകത്ത് MP-മാരാരും ഞാൻ മാത്രമല്ല, കേരളത്തിലെ 20 MP-മാർക്കും ഇക്കാര്യത്തിൽ ഒരു റോളുമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ 20 MP-മാരെ പോയി കണ്ടോ? ഇപ്പം കാസർഗോട്ട് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടോ എന്നൊരു ചൊല്ലുണ്ട്. തെരഞ്ഞെടുപ്പിൽ എന്നോടോ മത്സരിച്ച് 1,640,000 തോറ്റതിന് ഇങ്ങനെയാണോ പ്രതികാരം ചെയ്യുന്ന മാസ്റ്ററെ? ഇങ്ങനെയാണോ പ്രതികാരം ചെയ്യുന്നത്? നിങ്ങളുടെ മുഖ്യമന്ത്രി, നിങ്ങളുടെ കളക്ടർ, നിങ്ങളുടെ പ്ലാനിംഗ് ഓഫീസർ, നിങ്ങളുടെ BDO-മാർ. മാസ്റ്ററെ, ആദ്യം അവരെ പോയി കണ്ട് അവരോട് വിവരങ്ങൾ ചോദിച്ച് MP ഫണ്ടിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു സ്വല്പം. ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളെ ഈ ആളുകൾ തോൽപ്പിച്ചതിൻ്റെ കാര്യം മനസ്സിലായോ? ഒരു കാര്യവും അന്വേഷിക്കാതാണ് നിങ്ങൾ ഓരോ കമൻറ്റുകൾ പാസ്സാക്കി. പറഞ്ഞോ. മാർച്ചും കാര്യങ്ങളൊക്കെ വന്നത് താങ്കളുടെ കൂടെ തന്നെ, പ്രത്യേകിച്ച് MP ബാലകൃഷ്ണൻ പറഞ്ഞ പത്രക്കുറിപ്പിന്റെ കാര്യം, താങ്കളുടെ സന്തത സഹചരായി നടന്ന് താങ്കളുടെ വിജയത്തിന് വേണ്ടി എല്ലാ പ്രവർത്തനവും നടത്തിയ ബാലകൃഷ്ണൻ പെരിയാണ് ഇത് ഉന്നയിച്ചത്. അപ്പൊ അതുകൊണ്ട് ആണ് ഈ CPM ഏറ്റെടുക്കുകയും അതിലെന്തോ വസ്തുത അവർക്ക് തോന്നിയത്. അപ്പൊ ബാലകൃഷ്ണൻ പെരിയ ഇത് ഉന്നയിക്കാനുള്ള റീസൺ എന്താണ് എന്നുള്ളത്? ഇല്ല, താങ്കൾ ചോദിച്ചതിന് ഒരു ഉത്തരം ഞാൻ പറയാം, രണ്ടാമത്തെ ഉത്തരം ഞാൻ പറയില്ല. കാള പെറ്റെന്ന് പറഞ്ഞാൽ കയറെടുക്ക പാടുണ്ടോ? കാള പ്രസവിക്കത്തില്ലെന്ന് ബാലകൃഷ്ണ മാസ്റ്റർ അറിയണ്ടേ? അപ്പോൾ കാള പറ്റൂന്ന് ഒരുത്തൻ പറഞ്ഞു. ബാലകൃഷ്ണൻ ഉടനെ കയറെടുത്തു എന്തിനാ? കുട്ടിയെ കെട്ടാനായിട്ട്. കാള പ്രസവിക്കത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ ഒരു വിവരക്കേട് പറഞ്ഞാൽ ആ വിവരക്കേട് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ പറഞ്ഞ ഈ മാർഗത്തിലൂടെ പുള്ളിക്ക് ആരായാവല്ലോ. കാര്യം ഈ MP ഫണ്ടിൻ്റെ ഇംപ്ലിമെൻ്റ് ഏജൻസി ആരാണെന്ന് മാസ്റ്റർ അന്വേഷിച്ചാൽ മാസ്റ്റർ കിട്ടുമല്ലോ. കളക്ടറെ വിളിക്കാം, പ്ലാനിംഗ് ഓഫീസറെ വിളിക്കാം, BDO-മാരെ വിളിക്കാം. വിളിച്ച് മാസ്റ്റർക്ക് ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ മാസ്റ്റർ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിക്കോട്ടെ. ഞാൻ വെല്ലുവിളിച്ചല്ലോ 5 MLA-മാരെയും പാർട്ടി സെക്രട്ടറിയും. നിങ്ങൾ MP-യുടെ ഫണ്ട് എൻ്റെ സന്തത സാഹചര്യം എന്താ? എൻ്റെ സന്തത സാഹചര്യം എൻ്റെ ഭാര്യയാണ്. 24 മണിക്കൂർ എൻ്റെ കൂടെ കഴിയുന്ന ഞാൻ ഒരു പാർട്ടി നേതാവാണ്. ഞാൻ തലശ്ശേരി പോയി മത്സരിച്ചിട്ടുണ്ട്, അവിടുത്തെ പാർട്ടിയായിട്ട് ഞാൻ സഹകരിച്ചിട്ടുണ്ട്. കുണ്ട്രയെ മത്സരിച്ചു, അവിടുത്തെ പാർട്ടിക്ക്. കാസർഗോട്ട് വന്നു, ഇവിടുത്തെ പാർട്ടി DCC ആണ്. DCC-യിൽ ആരൊക്കെ ഭാരവാഹിയാണോ അവരോടൊക്കെ ഞാൻ സഹകരിക്കുന്നുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹി. ഇതെല്ലാം എൻ്റെ സന്തത സാഹചര്യമാണോ? ഇവിടെ വ്യവസ്ഥാപിതമായ ഒരു DCC ഉണ്ട്, പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്, അതിന് ബ്ലോക്കുണ്ട്, മണ്ഡലമുണ്ട്. അവരുമായിട്ടാണ് ഞാൻ സഹകരിക്കുന്നത്. ഇവയൊക്കെ എൻ്റെ സന്തത സാഹചര്യമാണെന്നോ നിങ്ങളുടെ ധാരണ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്തു പോയ ഒരാളിനെ കുറിച്ച് എന്നോട് ചോദിക്കരുത്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, അത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ചോദിച്ചത് ഇപ്പോൾ ബാലകൃഷ്ണൻ മാസ്റ്റർ ആരോട് ഉന്നയിച്ചാൽ പോകുന്നതല്ലല്ലോ എൻ്റെ മാനം. ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ് നിങ്ങൾ യു മേക്ക് ആൻ എൻക്വയറി അബൌട്ട് ദാറ്റ്. ഇഫ് എനിത്തിങ് റോങ് നമുക്ക് വീണ്ടും കാണാം. അതല്ലേ എൻ്റെ ശരി? ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളോട് പറയുന്നു, കളക്ടറുണ്ട്, പ്ലാനിംഗ് ഓഫീസറുണ്ട്, BDO-മാരുണ്ട്. നിങ്ങളിവരെ പോയി MP ഫണ്ട് എങ്ങനെയാണ് ചിലവാക്കുന്നത്, ആരാ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ തെറ്റാണെങ്കിലല്ല പിന്നെ മാനനഷ്ട കേസ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അല്ല താങ്കൾക്ക് ഇപ്പം അല്ല, ഞാൻ പറയട്ടെ, MP ഫണ്ട് അതിപ്പോൾ കേരളത്തിലെ പിന്നെ എയർപോർട്ടുകളിലെല്ലാം പിണറായി വിജയൻ്റെ പടം എങ്ങനെ വന്നേ? അല്ല, പിണറായി വിജയൻ്റെ പടം എങ്ങനെ വന്നേ? പറയട്ടെന്നേ. എടാ എൻ്റെ ഫണ്ടിൽ നിന്നാണല്ലോ ഞാനിത് വെക്കുന്നേ.
മനസ്സിലായി? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയനാണ്. ഏയ് ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളോട് പറയട്ടെ ആശാനെ, നിങ്ങൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ സാമ്പത്തിക വിനിയോഗമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാമല്ലോ. നിങ്ങളുടെ ഗവൺമെൻറ് അല്ലേ, നിങ്ങളുടെ ഗവൺമെൻറ് അല്ലേ? ഞാൻ പറഞ്ഞത് കൂടുതലും നിങ്ങളുടെ ഗവൺമെൻറ് ആണല്ലോ. കാര്യം ഞങ്ങൾ പ്രതിപക്ഷത്താണല്ലോ, ഭരിക്കുന്നവരുടെ ഗവൺമെൻറ് ആണല്ലോ. അല്ല, നിങ്ങൾ ചോദ്യം ചോദിച്ച സംശയത്തിന് ഞാൻ പറഞ്ഞത് മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാൻ അല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക ഉപ്രേക്ഷം അത് വേണ്ട. ഞാൻ വളരെ ഇവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലാകുന്ന ഭാഷയിലെല്ലാം പറഞ്ഞു. അങ്ങേക്ക് മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വ്യക്തിപരമായി സംസാരിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, PK ഫൈസൽ ഒരു ലൈറ്റ് വേണമെന്ന് എനിക്കൊരു അപേക്ഷ തന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് കുറേ കൂടെ ക്ലാരിറ്റി വരുത്താനല്ലേ ഞാൻ പറയുന്നത്. ഇങ്ങോട്ട് ഓക്കെ, PK ഫൈസൽ എനിക്കൊരു ലൈറ്റ് വേണമെന്ന് പറയുന്നു. ഇടച്ചാക്കയിലാണ് ലൈറ്റ് വേണമെന്ന് പറയുന്നു. ഇടച്ചാക്കയിൽ തന്നല്ലോ. ഞാൻ ഇടച്ചാക്കയിൽ ഇങ്ങനെ PK ഫൈസലിൻ്റെ അപേക്ഷ പ്രകാരം ഒരു ലൈറ്റ് വേണമെന്ന് പറഞ്ഞ് പടന്ന പഞ്ചായത്തിന് അയച്ചു കൊടുക്കുന്നു. പടന്ന പഞ്ചായത്ത് അത് പാസ്സാക്കി എനിക്ക് തരുന്നു. മനസ്സിലായോ? ആ പാസ്സാക്കി തരുന്ന റെസൊല്യൂഷൻ ഞാൻ കളക്ടർക്ക് അയച്ചു കൊടുക്കുന്നു. കളക്ടർ AS ഇട്ട് പ്ലാനിംഗ് ഓഫീസ് ഏൽപ്പിക്കുന്നു. പ്ലാനിംഗ് ഓഫീസ് BDOയ്ക്ക് വിടുന്നു. BDOയ്ക്ക് വിടുമ്പോൾ അവിടുന്ന് എഞ്ചിനീയർമാർ വരുന്നു. ഇടച്ചാക്കയിൽ ആ പർട്ടിക്കുലർ സ്പോട്ട് അവർ അടയാളപ്പെടുത്തുന്നു. അപ്പോൾ പ്ലാനിംഗ് ഓഫീസിൽ നമ്മൾ പറയും, ഞാൻ പ്ലാനിംഗ് ഓഫീസിൽ രേഖാമൂലം എഴുതി കൊടുക്കും. 5 വർഷത്തെ വാറണ്ടിയും 5 വർഷത്തെ ഗ്യാരണ്ടിയും വേണം. സ്പെക്ക് ഇതായിരിക്കണം, ഇത് വെച്ച് വേണം ടെൻഡർ ചെയ്യാൻ. മനസ്സിലായോ? ഞാൻ എഴുതി കൊടുക്കുന്ന സ്പെക്ക്, ഞാൻ കൊടുക്കുന്ന ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടി വെച്ചിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ MP ഫണ്ടിൽ നിന്ന് 100 ഹൈമാസ് അല്ലെങ്കിൽ മിനിമാസ് ലൈറ്റ് 8 അടി ഉയരം അല്ലെങ്കിൽ 12 അടി ഉയരം ഇന്ന സ്പെക്കിൽ 5 വർഷത്തെ വാറണ്ടിയിൽ സ്ഥാപിക്കാൻ അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാണ് പത്രപരസ്യം. ആ പത്രപരസ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്രഡിറ്റഡ് ഏജൻസികൾ ടെൻഡർ കൊടുക്കുന്നത്. അതിൽ ലോവസ്റ്റ് കൊട്ടേഷൻ ഏതാണെന്ന് തിരഞ്ഞെടുക്കുന്നത് BDO ആണ്, ഞാനല്ല. തീർച്ചയായിട്ടും അല്ല, നിങ്ങൾ പോയി ആ സ്പെക്കൊക്കെ പരിശോധിക്കാശാനെ. നിങ്ങൾക്കല്ലേ സംശയം? നിങ്ങൾ പോയി പരിശോധിക്കേ. ഒരു ചാൻസും ഇല്ല. യു ആർ തറലി മിസ്റ്റേക്കൺ. അല്ല, നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഞാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞല്ലോ. 12 അടി ഉയരമുള്ള ലൈറ്റ് ഞാൻ സ്ഥാപിക്കാൻ പറയുമ്പോൾ 8 അടി ഉയരം മതിയോ? എൻ്റെ അടുത്ത് ഇയാൾ വിളിച്ച് പറയുന്നു, അവിടെ വിശാലമായൊരു മൈതാനമാണ്, അവിടെ മൊത്തം വെട്ടം കിട്ടണമെങ്കിൽ ഹൈമാസ് വേണം. അപ്പോൾ ഹൈമാസ് 12 അടിയാണ്, മറ്റേ 8 അടിയാണ്. അപ്പോൾ 12 അടിക്ക് 8 അടി എഴുതി കൊടുത്താൽ മതിയോ? അപ്പോൾ ഞാൻ പറയും സ്പെക്ക് ഉയരം ഇത്രയാണ്, അതിൻ്റെ ബാക്കി നമ്മൾ എഴുതി കൊടുക്കും. അതെനിക്കറിയത്തില്ലല്ലോ. MLA മാർ, എനിക്ക് ആ പണിയല്ലല്ലോ. MLA മാർ എന്ത് ചെയ്ത് നോക്കുന്ന പണി എനിക്കില്ലല്ലോ. അല്ല, അത് നിങ്ങൾ MLA മാർക്ക് പോയി ചോദിക്കുക. എൻ്റെ അടുത്തല്ലേ ചോദിക്കുന്നത്? MLA മാർ സ്പെക്ക് തീരുമാനിക്കുന്നത് എന്താണെന്ന് ഞാനാണോ തീരുമാനിക്കുന്നത്? അവരോട് പോയി ചോദിക്കുക. ഞാൻ കൊടുത്തിട്ടുള്ള സ്പെക്ക് അനുസരിച്ചിട്ടാണ് അവർ ടെൻഡർ വിളിച്ചിട്ടുള്ളത്. മനസ്സിലായി? ഈ ഉയരം, ഈ സ്പെക്ക് അനുസരിച്ചുള്ള അക്രഡിറ്റഡ് ഏജൻസികളിൽ നിന്ന് ടെൻഡർ വിളിക്കുന്നു. യു ഗോട്ട് ദ പോയിന്റ്? അല്ല, ഒൺലി ഓപ്ഷൻ നിങ്ങളിപ്പോൾ നമ്മുടെ തളത്തിൽ ദിനേശനെ പോലെ ആവുകയാണ്. കാര്യം എല്ലാത്തിനും സബ്സിഡി ആയപ്പോൾ ചാർജ് ചെയ്യാൻ പറ്റും. അല്ല, നമുക്കിപ്പോൾ ഒരാൾ തളത്തിൽ ദിനേശനായപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒരു സംശയമില്ലാത്ത രീതി ഞാൻ പറഞ്ഞല്ലോ. ഇനിയും സംശയത്തിൻ്റെ ഇടവില്ല. ഞാനാണ് സ്പെക്ക് എഴുതി കൊടുക്കുന്നത്. ഞാൻ കൊടുക്കുന്ന സ്പെക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ടെൻഡറുകൾ വിളിക്കുന്നത്. ആ ടെൻഡറിലെ ലോവസ്റ്റ് കൊട്ടേഷനാണ് കൊടുക്കുന്നത്. ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ മാവിലായിക്കാരനാണ്. നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ MP ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് MP-ക്കെതിരെ പരാജയപ്പെടുത്താൻ കൂടോത്രമുള്ള കുറെ സംഭവങ്ങൾ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ന്യൂസ് 8-ന്റെ സാധനം പുറത്തുവിട്ടു. KPCC പ്രസിഡന്റ് വീട്ടിലടക്കം ഞാൻ അതിന്റെ മുഴുവൻ കാര്യങ്ങളും പറയട്ടെ. ബ്രേക്കിംഗ് ന്യൂസ് വിട്ട ബിജു ആണല്ലോ. അല്ല,
കാസർഗോഡ് നിന്നാണല്ലോ ഈ ന്യൂസ് പോയത്. അല്ല അദ്ദേഹം അല്ലേ, ഇരിക്കട്ടെ, നിങ്ങളുടെ ന്യൂസ് ചാനലാണല്ലോ വിട്ടത്. അതാരാണ് നിങ്ങൾക്ക് തന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സകല കാര്യവും വിശദീകരിക്കാം. അല്ല നിങ്ങൾ ഞാൻ പറയട്ടെ ബിജു ഞാൻ പറയട്ടെ, നിങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾക്ക് ഈ സാധനം എവിടുന്ന് കിട്ടി, ആരാ തന്നെന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവൻ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ കമാന്ന് മിണ്ടരുത്. അല്ല MP വ്യക്തമാക്കുന്ന പറഞ്ഞത് ഏത് അല്ല ഈ സോഴ്സ് എവിടെ? അല്ല പറയട്ടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അത് നമ്മൾ ഏത് ചാനലാണ്? പറഞ്ഞോ, ചോദിച്ചോട്ടെ. അല്ലെങ്കിൽ നമ്മൾ രാജ്യദ്രോഹി എന്ന് വിളിച്ചൊന്നും പറഞ്ഞേക്കരുത്, കാര്യത്തിന് ഉത്തരം പറയും കേട്ടോ. അല്ല വിളിച്ചത് ഞാൻ പറഞ്ഞതൊന്നും ഞാൻ പിൻവലിച്ചിട്ടില്ലല്ലോ. പറയട്ടെ, ഞാൻ പറഞ്ഞതൊന്നും ഒരിക്കലും പിൻവലിക്കാറില്ല, മാറ്റി പറയാറുമില്ല എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ബിജു ആണല്ലോ ചോദിച്ചത്. ബിജുവിനോട് പറയാം, ഇതാരാ തന്നാ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടല്ലോ. നോ കമന്റ്. City Gold and Diamonds, Kerala and Karnataka, the glow of purity.